മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലും ഹിസ്ബുള്ളിയും തമ്മിലുള്ള സൈനിക സംഘർഷം അഭൂതപൂർവമായ രീതിയിൽ കടുക്കുന്നതിനിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഒരു സുപ്രധാന അവകാശവാദവുമായി ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. ലബനനിലെ ബെക്ക താഴ്വരയ്ക്ക് മുകളിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന ഇസ്രയേലിന്റെ അത്യാധുനിക ഹെറോൺ-1 ഡ്രോൺ തങ്ങൾ വെടിവെച്ചിട്ടതായാണ് ഹിസ്ബുള്ള ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേവലം ഒരു അവകാശവാദത്തിൽ ഒതുങ്ങാതെ ഈ വിമാനവേട്ടയുടെ അതീവ നാടകീയമായ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ പുതിയ യുദ്ധതന്ത്രങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഹിസ്ബുള്ളയുടെ പോരാളികൾ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആകാശത്ത് കൂടി പറക്കുന്ന ഇസ്രയേലി യുദ്ധവിമാനത്തെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിലുള്ളത്. ശത്രുവിന്റെ ചാരവിമാനത്തെ റഡാറിൽ ഒതുക്കി ലക്ഷ്യം ഉറപ്പിച്ചതിനു ശേഷം പോരാളികൾ മിസൈൽ തൊടുത്തുവിടുന്നതും അത് കൃത്യമായി വായുവിൽ വെച്ച് ഡ്രോണിൽ പതിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വ്യോമാക്രമണത്തിന് പിന്നാലെ തകർന്നു വീണ ഇസ്രയേൽ യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഹിസ്ബുള്ള പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. ശത്രുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്തി ഇപ്പോൾ തങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലും കൈവശത്തിലുമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇസ്രയേലിന്റെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെ മേന്മയ്ക്കേറ്റ കനത്ത പ്രഹരമായാണ് ഈ സംഭവത്തെ സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയെ സംബന്ധിച്ചിടത്തോളം ഹെറോൺ-1 ഡ്രോണുകൾ അവരുടെ കണ്ണ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആകാശത്തു നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിലും ശത്രുപാളയത്തിലെ ചലനങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിലും ഈ ലോങ് റേഞ്ച് ഇന്റലിജൻസ് ഡ്രോണുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. തുടർച്ചയായി 40 മണിക്കൂറിലധികം ആകാശത്ത് പറക്കാനുള്ള അസാധാരണ ശേഷിയാണ് ഈ ഡ്രോണുകളുടെ പ്രധാന സവിശേഷത. യുദ്ധഭൂമിയിലെ തത്സമയ ഡാറ്റയും ശത്രുവിന്റെ താവളങ്ങളുടെ കൃത്യമായ വിവരങ്ങളും സൈനിക ആസ്ഥാനത്തേക്ക് നേരിട്ട് കൈമാറാൻ ഇതിന് സാധിക്കും. ഇത്രയധികം സവിശേഷതകളുള്ളതും അതീവ സുരക്ഷിതമെന്ന് ഇസ്രയേൽ കരുതിയിരുന്നതുമായ ഒരു വ്യോമ സംവിധാനത്തെയാണ് ലെബനൻ അതിർത്തിയിൽ വെച്ച് ഹിസ്ബുള്ള തകർത്തെറിഞ്ഞിരിക്കുന്നത്. ദക്ഷിണ ലെബനനിൽ ഇരുവിഭാഗവും തമ്മിൽ അതിരൂക്ഷമായ കരയുദ്ധവും വ്യോമാക്രമണങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത്. അതിർത്തി മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന മിസൈൽ വർഷങ്ങൾക്കും ബോംബാക്രമണങ്ങൾക്കും ഇടയിൽ ഈ വാർത്ത ഇസ്രയേൽ ക്യാമ്പിനെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ മെയ്ഡൻ കിൽ അഥവാ ആദ്യത്തെ വലിയ വിമാനവേട്ട മിഡിൽ ഈസ്റ്റിലെ ആകാശ യുദ്ധത്തിൽ വലിയൊരു വഴിത്തിരിവാണ്. ഇസ്രയേലിന്റെ വ്യോമ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ തക്കവണ്ണം അത്യാധുനിക വ്യോമ പ്രതിരോധ മിസൈലുകൾ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പക്കലുണ്ടെന്ന യാഥാർത്ഥ്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. ബെക്ക താഴ്വരയ്ക്ക് മുകളിൽ വെച്ച് ഡ്രോൺ തകർന്നതോടെ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഒളിത്താവളങ്ങളും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും കണ്ടെത്താൻ ഇസ്രയേൽ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഇത്തരം ഹെറോൺ ഡ്രോണുകളെയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം അതിർത്തിയിൽ ഇരുപക്ഷവും സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ലെബനന്റെ തെക്കൻ അതിർത്തികളിൽ ഹിസ്ബുള്ള കമാൻഡോകൾ ഇസ്രയേൽ പ്രതിരോധ നിരക്ക് നേരെ ശക്തമായ ഒളിപ്പോരാക്രമണങ്ങളാണ് നടത്തുന്നത്. തിരിച്ചടിയായി ഇസ്രയേൽ വ്യോമസേന ലെബനനിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വ്യോമാക്രമണങ്ങൾ ശക്തമാക്കി. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണങ്ങളും റോക്കറ്റ് വിക്ഷേപണങ്ങളും ഇസ്രയേലിന്റെ വടക്കൻ നഗരങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കിയിരിക്കുകയാണ്. 10,000-കണക്കിന് ഇസ്രയേൽ പൗരന്മാരാണ് അതിർത്തി നഗരങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത്. ഹെറോൺ ഡ്രോൺ വെടിവെച്ചിട്ട വാർത്ത പുറത്തു വന്നതോടെ തങ്ങളുടെ വടക്കൻ അതിർത്തി അതിസുരക്ഷിതമല്ലെന്ന ഭീതി ഇസ്രയേൽ ജനതയ്ക്കുള്ളിലും ശക്തമായിട്ടുണ്ട്. അതേസമയം യുദ്ധരംഗത്തെ തങ്ങളുടെ മേൽക്കൈ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കാണിക്കാൻ ഇസ്രയേൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും മിസൈൽ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് അവർ വലിയ തോതിലുള്ള ബോംബിംഗ് ആണ് നടത്തുന്നത്. തങ്ങളുടെ അത്യാധുനിക ഡ്രോൺ തകർത്തതിന് പകരമായി ഹിസ്ബുള്ളയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ ഇല്ലാതാക്കാനാണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ശ്രമം. അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം ഈ ഡ്രോൺ വേട്ട ഹിസ്ബുള്ളയുടെ ആത്മവിശ്വാസം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിനെ പോലെ സൈനികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തെ സാങ്കേതിക വിദ്യയെ തങ്ങൾക്ക് തകർക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. യുദ്ധം ദക്ഷിണ ലെബനനിൽ മാത്രം ഒതുങ്ങാതെ ലെബനന്റെ ആഭ്യന്തര മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബെക്ക താഴ്വരയിൽ വെച്ച് ഡ്രോൺ തകർന്നത് ഇതിന്റെ വ്യക്തമായ തെളിവാണ്. ഹിസ്ബുള്ളയുടെ ശക്തമായ സ്വാധീന മേഖലയായ ബെക്ക വാലയിൽ ഇസ്രയേൽ കൂടുതൽ നിരീക്ഷണങ്ങളും ആക്രമണങ്ങളും നടത്തിയിരുന്നതായി ഈ സംഭവം സ്ഥിരീകരിക്കുന്നു. ഇസ്രയേൽ സൈന്യം ഈ തകർച്ചയെക്കുറിച്ച് ഔദ്യോഗികമായി കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ലെങ്കിലും തങ്ങളുടെ വ്യോമ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവർ പുനഃപരിശോധിക്കുകയാണെന്നാണ് സൂചന.
ഹിസ്ബുള്ളിയുടെ പക്കലുള്ള മിസൈലുകളുടെ പ്രഹരശേഷിയെക്കുറിച്ചും അവയുടെ പരിധിയെക്കുറിച്ചും കൃത്യമായ പഠനം നടത്താൻ ഇസ്രയേൽ സൈനിക വിദഗ്ധർ നിർബന്ധിതരായിരിക്കുകയാണ്. മേഖലയിലെ ഈ കടുത്ത സൈനിക അസ്ഥിരത ആഗോളതലത്തിലും വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നുണ്ട്. ലെബനനിലെ സംഘർഷം ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധമായി മാറിയാൽ അത് മിഡിൽ ഈസ്റ്റിനെയാകെ കടുത്ത പ്രതിസന്ധിയിലാക്കും. ഇറാൻ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാനുള്ള സാധ്യതയും നയതന്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല. ആകാശത്ത് വെച്ച് ഡ്രോൺ ലോക്ക് ചെയ്യുന്നതിനും മിസൈൽ കൃത്യമായി വിക്ഷേപിക്കുന്നതിനും ഹിസ്ബുള്ള കാട്ടിയ കൃത്യത അവരുടെ പോരാളികൾക്ക് ലഭിച്ച ഉയർന്ന പരിശീലനത്തെയാണ് കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഗറില്ല യുദ്ധമുറകൾ മാത്രം പയറ്റിയിരുന്ന ഒരു സംഘടന ഇപ്പോൾ ഒരു പരമാധികാര രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള അത്യാധുനിക യുദ്ധമുറകളിലേക്ക് മാറിയിരിക്കുന്നു എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. തകർന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇസ്രയേലിന്റെ അതീവ രഹസ്യമായ കോഡിങ്ങുകളും സാങ്കേതിക വിവരങ്ങളും ചോർത്താൻ ഹിസ്ബുള്ള ശ്രമിക്കുമെന്ന ഭയം ഇസ്രയേലിനുണ്ട്. ഈ സാങ്കേതിക വിദ്യ ഇറാന്റെ പ്രമുഖ ശാസ്ത്രജ്ഞർക്ക് കൈമാറിയാൽ ഇസ്രയേലിന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയെ പ്രതിരോധിക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഇറാന് പറ്റും. അതിർത്തിയിലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ലെബനനിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് യുദ്ധഭീതിയിൽ കഴിയുന്നത്. ഹിസ്ബുള്ളിയുടെ വ്യോമ പ്രതിരോധ വിജയം താൽക്കാലികമായി പോരാളികൾക്ക് ആവേശം നൽകുന്നുണ്ടെങ്കിലും വരാൻ പോകുന്ന ഇസ്രയേലിന്റെ വൻ തിരിച്ചടിയെ എങ്ങനെ നേരിടുമെന്ന കാര്യത്തിൽ ലെബനൻ ജനതയ്ക്ക് ആശങ്കയുണ്ട്. വരും ദിവസങ്ങളിൽ അതിർത്തിയിലെ പോരാട്ടം കൂടുതൽ ക്രൂരമായ ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് യുദ്ധഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെല്ലാം പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇരുപക്ഷവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യുദ്ധചരിത്രത്തിൽ സുവർണക്ഷരങ്ങളാൽ എഴുതപ്പെടേണ്ട ഒന്നായാണ് ഹിസ്ബുള്ള ഈ സംഭവത്തെ തങ്ങളുടെ അണികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കുന്ന ഏതൊരു ശത്രുവിനും ഇതേ വിധി തന്നെയായിരിക്കും ഉണ്ടാവുകയെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള ഇതിലൂടെ നൽകുന്നത്. ആകാശത്തെ ഈ ചോരക്കളി മിഡിൽ ഈസ്റ്റിനെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് പ്രവചിക്കുക അസാധ്യമാണ്.